പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഡ്രിപ്പ് ഇറിഗേഷനിൽ ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിഗേഷൻ യൂണിറ്റ്സിനെ പറ്റിയാണ്. ആദ്യമായി ഫെർട്ടിഗേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Fertigation is the process of applying fertilizers through the irrigation system. ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വളവും കൂടി കലർത്തി ചെടിക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഫെർട്ടിലൈസറും ഇറിഗേഷനും കൂടി ചേർന്നാൽ ഫെർട്ടിഗേഷൻ ആയി. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, the combined application of water-soluble, solid or liquid fertilizers with irrigation water through pressurized irrigation system is known as fertigation. ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ ആയ വളങ്ങൾ അലിയിച്ചു ചേർത്ത് ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. Generally, nitrogenous fertilizers such as urea and easily water-soluble fertilizers are applied along with irrigation water. സാധാരണയായി വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന, എന്നാൽ അലിഞ്ഞു ചേർന്നാൽ അത് കട്ട പിടിക്കാത്ത തരത്തിലുള്ള വളങ്ങളാണ് ഫെർട്ടിഗേഷന് വേണ്ടി നാം ഉപയോഗിക്കുന്നത്. ഫെർട്ടിഗേഷന് വേണ്ടി സാധാരണയായി നാം ഉപയോഗിക്കുന്ന ഒരു വളത്തിന് എക്സാമ്പിൾ ആണ് യൂറിയ. ഇനി ഫെർട്ടിഗേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസിൽ ഒന്നാമതായിട്ട് എലിമിനേറ്റ്സ് മാനുവൽ ആപ്ലിക്കേഷൻ. ശാരീരിക അധ്വാനം വളരെ കുറവാണ്. ക്വിക്ക് ആൻഡ് കൺവീനിയന്റ്. ക്വിക്കായി വളരെ കൺവീനിയന്റ് ആയി നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് നൽകാൻ സാധിക്കുന്നു. യൂണിഫോമിറ്റി ഇൻ ആപ്ലിക്കേഷൻ. എല്ലാ ചെടികൾക്കും ഒരേപോലെ ഒരേ അളവിൽ വളം നൽകാൻ സാധിക്കുന്നു. ഹൈ എഫിഷ്യൻസി ആൻഡ് സേവിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് അപ് ടു 30 to 40%. 30 മുതൽ 40% വരെ ഫെർട്ടിലൈസേഴ്സ് വേസ്റ്റ് ആയി പോകുന്നതിനെ തടയുന്നു. ലെസ് ഫെർട്ടിലൈസർ ലീച്ചിങ്. ഫെർട്ടിലൈസേഴ്സ് ലീച്ച് ആയി പോകുന്നതിനെ കുറയ്ക്കുന്നു. പോസിബിലിറ്റി ഓഫ് ഡോസേജ് കൺട്രോൾ. നമുക്ക് കൃത്യമായ അളവിൽ തന്നെ ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് നൽകാൻ സാധിക്കുന്നു. അതേഴ്സ് ലൈക്ക് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര ക്യാൻ ഓൾസോ ബി അപ്ലൈഡ്. നമ്മൾ വളങ്ങൾ നൽകുന്നത് പോലെ തന്നെ ഹെർബിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ചെടികൾക്ക് നൽകാനായിട്ട് ഫെർട്ടിഗേഷനിലൂടെ സാധിക്കുന്നു. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Chance of backflow into water source. For that, NRV has to be installed. ഒരു നോൺ റിട്ടേൺ വാൽവ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫെർട്ടിലൈസേഴ്സ് കലർന്ന വെള്ളം വാട്ടർ സോഴ്സിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇൻസോലബിൾ ഫെർട്ടിലൈസേഴ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫെർട്ടിഗേഷൻ. സൂപ്പർ ഫോസ്ഫേറ്റ് പോലുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിഗേഷന് അനുയോജ്യമല്ല. കൊറോസീവ് എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസേഴ്സിന് കൊറോസീവ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫോസ്ഫേറ്റ് മേ ഗെറ്റ് പ്രസിപിറ്റേറ്റഡ് ഇൻ ദ പൈപ്പ് ലൈൻ ആൻഡ് ഡ്രിപ്പർ. പൈപ്പ് ലൈനിലും അതുപോലെ ഡ്രിപ്പറിലുമൊക്കെ ഫോസ്ഫേറ്റ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹൈ കോസ്റ്റ്. നമ്മൾ ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിഗേഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാനുള്ള കോസ്റ്റ് കൂടുതലായിട്ടുണ്ട്. ഇനി ഫെർട്ടിഗേഷന് വേണ്ടി നാം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നും നമുക്ക് പഠിക്കാം. പ്രധാനമായും 3 എക്യുപ്മെന്റ്സ് ആണ് ഫെർട്ടിഗേഷന് വേണ്ടി നാം ഉപയോഗിക്കുന്നത്. വെഞ്ചുറി ഇഞ്ചക്ടർ, ഫെർട്ടിലൈസർ ടാങ്ക്, അതുപോലെ ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ്. ആദ്യമായി വെഞ്ചുറി ഇഞ്ചക്ടറിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം.
ഇതാണ് വെഞ്ചുറി ഇൻജക്ടർ. വളരെ എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതും എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതുമായ ഒരു ഫെർട്ടിഗേഷൻ എക്യുപ്മെന്റ് ആണ് വെഞ്ചുറി ഇൻജക്ടർ. ഇതാണ് വെഞ്ചുറിയിലേക്ക് വെള്ളം കടന്നു വരുന്ന എൻട്രി പോയിന്റ്. ഇത് വെള്ളം പുറത്തേക്ക് പോവാനുള്ള എക്സിറ്റ് പോയിന്റ്. ഈ രണ്ട് വാൽവുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് മെയിൻ ലൈനിലേക്ക് ഘടിപ്പിക്കുന്നത്. ഇതാണ് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ്. ഈ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബാണ് വളം കലർന്ന വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നത്. ഈ ട്യൂബിൽ കൂടിയാണ് വളം കലർന്ന വെള്ളം വെഞ്ചുറിയിലേക്ക് മുകളിലേക്ക് കയറി വരുന്നത്. ഈ ഭാഗം ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് വെഞ്ചുറിയുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം വളരെ വീതി കുറഞ്ഞ ഒരു നാരോ പാസേജ് ആണ്. ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വെഞ്ചുറി യൂണിറ്റിന്റെ ചിത്രമാണിത്. മെയിൻ ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വീൽ വാൽവ് ആണ് പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വീൽ വാൽവ് പതിയെ അടയ്ക്കുമ്പോഴാണ് ഈ വെഞ്ചുറി യൂണിറ്റിനുള്ളിൽ പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മെയിൻ പൈപ്പിലേക്ക് വെഞ്ചുറി യൂണിറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ രണ്ട് കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ രണ്ട് കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെയിൻ പൈപ്പിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ കുറച്ച് വെള്ളം ഈ വെഞ്ചുറി ട്യൂബിൽ കൂടിയും കയറി ഒഴുകാൻ തുടങ്ങും. വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്ന വെള്ളം കുറച്ച് ഈ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടെയും താഴേക്ക് ഒഴുകും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ വീൽ വാൽവ് പതിയെ അടയ്ക്കണം. പതിയെ അടയ്ക്കുമ്പോഴേക്കും ഈ വെഞ്ചുറി ട്യൂബിൽ കൂടി വെള്ളം ശക്തിയായി ഒഴുകാൻ തുടങ്ങും. വെഞ്ചുറി ട്യൂബിലേക്ക് ഈ ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം വളരെ ചെറിയ ഒരു നാരോ കൺസ്ട്രക്ഷൻ ആണ്. വീൽ വാൽവ് ഒരു 1/4 ഭാഗത്തോളം അടച്ചു കഴിയുമ്പോഴേക്കും വെഞ്ചുറി ട്യൂബിൽ കൂടി വെള്ളം ശക്തിയായി ഒഴുകാൻ തുടങ്ങും. വെഞ്ചുറി ട്യൂബിന്റെ വീതി കൂടിയ ഭാഗത്ത് നിന്ന് വെള്ളം ശക്തിയായി ഒഴുകി വീതി കുറഞ്ഞ ഭാഗത്തേക്ക് കയറി വീണ്ടും വീതി കൂടിയ ഭാഗത്തേക്ക് വെള്ളം ശക്തിയായി ഒഴുകുമ്പോൾ ആ ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ബെർണോളിസ് തിയറം അനുസരിച്ച് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. അപ്പം വീതി കൂടിയ ഭാഗത്ത് നിന്ന് വീതി കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം പ്രവേശിച്ച് വീണ്ടും വീതി കൂടിയ ഭാഗത്തേക്ക് വെള്ളം ശക്തിയായി പ്രവഹിക്കുമ്പോൾ ആ ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ വാക്വത്തിലേക്ക് വളലായനി സക്ക് ചെയ്യപ്പെടുന്നു. ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി മുകളിലേക്ക് വളലായനി വലിച്ചെടുക്കപ്പെടുന്നു. അങ്ങനെ വലിച്ചെടുക്കപ്പെടുന്ന വളലായനി എക്സിറ്റ് പോയിന്റിൽ കൂടി കടന്ന് പൈപ്പിൽ കൂടി ഒഴുകുന്ന വെള്ളവുമായി കലർന്ന് ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഇത് ജെയിൻ ഇറിഗേഷൻസിന്റെ ഒരു ആനിമേഷൻ വീഡിയോയാണ്. വെഞ്ചുറി ട്യൂബിനെ മെയിൻ ലൈനുമായി ഘടിപ്പിച്ചിരിക്കുന്ന കൺട്രോൾ വാൽവുകൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ കുറച്ച് വെള്ളം വെഞ്ചുറി ട്യൂബിൽ കൂടിയും ഒഴുകാൻ തുടങ്ങുന്നു. കുറച്ച് വെള്ളം ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി താഴേക്കും ഒഴുകുന്നു. കൺട്രോൾ വാൽവ് പതിയെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ശക്തിയായി വെള്ളം വെഞ്ചുറി ട്യൂബിൽ കൂടെയും ഒഴുകുന്നു, ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി താഴേക്കും ഒഴുകുന്നു. വീൽ വാൽവ് ഒരു 1/4 ഭാഗത്തോളം ക്ലോസ് ചെയ്യുമ്പോഴേക്കും ശക്തിയായി വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്ന വെള്ളം വീതി കൂടിയ ഭാഗത്തു നിന്നും വീതി കുറഞ്ഞ ഭാഗത്തേക്ക് കയറി വീണ്ടും വീതി കൂടിയ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബെർണോളിസ് തിയറം അനുസരിച്ച് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മുകളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിന്റെ അടിയിൽ നിന്നും മുകളിലേക്ക് ഒരു സക്ഷൻ അനുഭവപ്പെടുന്നു. ആ സമയത്ത് ഫെർട്ടിലൈസർ അടങ്ങിയ ബക്കറ്റിലേക്ക് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് മുക്കി വെക്കുന്നു. ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി ഫെർട്ടിലൈസർ മുകളിലേക്ക് കയറി വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്ന വെള്ളവുമായി കലർന്ന് ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു.
അടുത്തതായി ഫെർട്ടിലൈസർ ടാങ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫെർട്ടിലൈസർ ടാങ്ക്. പൊടി രൂപത്തിലോ ലായനി രൂപത്തിലോ ഉള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഈ ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിൽ നിറയ്ക്കാൻ സാധിക്കും. ടാങ്കിനെ മെയിൻ ലൈനുമായി ഘടിപ്പിക്കുന്നത് ഈ രണ്ട് ബൈപ്പാസ് ട്യൂബുകളാണ്. ഒന്ന് എൻട്രി ട്യൂബ്, രണ്ടാമത്തേത് എക്സിറ്റ് ട്യൂബ്. എൻട്രി ട്യൂബിൽ കൂടിയാണ് വെള്ളം ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിലേക്ക് കടന്ന് ടാങ്കിനുള്ളിലുള്ള ഫെർട്ടിലൈസറുമായി കലർന്ന് അങ്ങനെ കലർന്ന വെള്ളം എക്സിറ്റ് ട്യൂബിൽ കൂടി വെളിയിലേക്ക് വന്ന് മെയിൻ ലൈനിൽ കൂടി ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഫീൽഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ടാങ്കിന്റെ ചിത്രമാണിത്. വെഞ്ചുറി പോലെ തന്നെ ഒരു വീൽ വാൽവ് ഉപയോഗിച്ചാണ് ഇവിടെയും പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫെർട്ടിലൈസർ ടാങ്ക് പ്രവർത്തിപ്പിക്കാനായി ആദ്യം ഫെർട്ടിലൈസർ ടാങ്കിനെ മെയിൻ ലൈനിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ബൈപ്പാസ് ട്യൂബിന്റെ വാൽവുകൾ ഓപ്പൺ ചെയ്യണം. അപ്പോ മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ കുറച്ച് വെള്ളം ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിലേക്ക് എൻട്രി പൈപ്പിൽ കൂടി എത്തും. എൻട്രി പൈപ്പിൽ കൂടി എത്തുന്ന വെള്ളം ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഫെർട്ടിലൈസറുമായി കൂടി കലർന്ന് അങ്ങനെ കൂടി കലർന്ന വെള്ളം എക്സിറ്റ് പൈപ്പിൽ കൂടി പുറത്തേക്ക് വന്ന് മെയിൻ ലൈനിലുള്ള വെള്ളവുമായി കലർന്ന് ചെടിയുടെ ചുവട്ടിലേക്ക് എത്തും. ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിൽ ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ ഉള്ള ഫെർട്ടിലൈസേഴ്സ് നിറയ്ക്കാം. അതിനുശേഷം മെയിൻ ലൈനുമായി ഘടിപ്പിച്ചിരിക്കുന്ന ബൈപ്പാസ് ട്യൂബിന്റെ കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. എൻട്രി പൈപ്പിന്റെയും എക്സിറ്റ് പോയിന്റിന്റെയും കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. വീൽ വാൽവ് ഒരു 1/4 ഭാഗത്തോളം അടയ്ക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുമൂലം എൻട്രി പൈപ്പിൽ കൂടി വെള്ളം ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിൽ കടന്ന് ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഫെർട്ടിലൈസറുമായി കൂടിക്കലർന്ന വളലായനി എക്സിറ്റ് പൈപ്പിൽ കൂടി കടന്ന് മെയിൻ ലൈനിലേക്ക് കയറി ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ്. ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു പിസ്റ്റൺ പമ്പോ ഒരു ഡയഫ്രം പമ്പോ ആയിരിക്കും. ഈ ഭാഗത്താണ് പിസ്റ്റൺ പമ്പോ ഡയഫ്രം പമ്പോ ഉള്ളത്. ഈ ഭാഗമാണ് മെയിൻ ലൈനുമായി ഘടിപ്പിക്കുന്നത്. ഇതാണ് ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പ്. മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷറിനനുസരിച്ചാണ് പിസ്റ്റൺ പമ്പ് അല്ലെങ്കിൽ ഡയഫ്രം പമ്പ് പ്രവർത്തിക്കുന്നത്. നല്ല സ്പീഡിലാണ് മെയിൻ ലൈനിൽ കൂടി വെള്ളം ഒഴുകുന്നതെങ്കിൽ നല്ല സ്പീഡില് പിസ്റ്റൺ പമ്പും പ്രവർത്തിക്കും. എന്നാൽ വളരെ കുറച്ച് സ്പീഡിലാണ് മെയിൻ ലൈനിൽ കൂടി വെള്ളം ഒഴുകുന്നതെങ്കിൽ ചെറിയ സ്പീഡിൽ മാത്രമേ പിസ്റ്റൺ പമ്പും പ്രവർത്തിക്കുകയുള്ളൂ. ഈ പിസ്റ്റൺ പമ്പിന്റെ പ്രവർത്തനം മൂലം ഫെർട്ടിലൈസർ സൊല്യൂഷൻ അടങ്ങിയ ടാങ്കിൽ നിന്നും ഫെർട്ടിലൈസർ സൊല്യൂഷൻ മുകളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളവുമായി കലർന്ന് അത് ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഫീൽഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പിന്റെ ചിത്രമാണിത്. മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷറിനനുസരിച്ചാണ് പിസ്റ്റൺ പമ്പ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ ലൈനിൽ കൂടിയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചാൽ ഓട്ടോമാറ്റിക്കായി പിസ്റ്റൺ പമ്പിന്റെ പ്രവർത്തനവും നിലയ്ക്കും. ഇത് പിസ്റ്റൺ പമ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പാണ്. ഇതാണ്
ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പ്. ഈ ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പാണ് ഫെർട്ടിലൈസർ അടങ്ങിയ ടാങ്കിനുള്ളിലേക്ക് മുക്കി വെക്കുന്നത്. ഈ ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പിനുള്ളിൽ കൂടിയാണ് മുകളിലേക്ക് ഫെർട്ടിലൈസർ സൊല്യൂഷൻ വലിച്ചെടുക്കപ്പെടുന്നത്. ഇതാണ് മെയിൻ ലൈൻ. ഈ മെയിൻ ലൈനിൽ കൂടി വരുന്ന വെള്ളത്തിന്റെ പ്രഷറിനനുസരിച്ചാണ് ഈ പിസ്റ്റൺ പമ്പ് പ്രവർത്തിക്കുന്നത്. പിസ്റ്റൺ പമ്പ് മുകളിലേക്കും താഴേക്കും പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഫെർട്ടിലൈസർ സൊല്യൂഷൻ ഫെർട്ടിലൈസർ സക്ഷൻ പൈപ്പിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് മെയിൻ ലൈനിൽ കൂടി വരുന്ന വെള്ളവുമായി കലർന്ന് ഔട്ട്ലെറ്റിൽ കൂടി ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഇനി ഫെർട്ടി കിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന ഒരു ഫെർട്ടിഗേഷൻ യൂണിറ്റ് ആണ് ഫെർട്ടികിറ്റ്. ഈ ഫെർട്ടികിറ്റിൽ ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കാനായി കൺട്രോളേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സിഗ്നലുകളെ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഈ ഫെർട്ടികിറ്റിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള സോളനോയിഡ് വാൽവുകളാണ്. അപ്പം ഏറ്റവും കൃത്യമായ അളവിൽ ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് കൊടുക്കാനായി ഈ ഫെർട്ടികിറ്റ് മൂലം നമുക്ക് സാധിക്കും.